ഹലോ, ഇന്ന് ചക്കപ്പഴം വെച്ചിട്ട് ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരം തയ്യാറാക്കിയാലോ. 4 മണിക്ക് അടിപൊളിയാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ. അതിനായിട്ട് ഇതാ ചക്കപ്പഴം കുരുവും ചകണിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചക്കപ്പഴമൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് അല്പം ഏലക്കാരി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർക്കാതെ ഈ ശർക്കരപ്പാനി തന്നെ അരച്ചെടുക്കാം. അങ്ങനെ ഇതാ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, തരിയൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് 1 കപ്പ് അവിൽ കൂടെ വേണം. അങ്ങനെ അവിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്കിട്ട് അതൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതാ അവിലൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതാ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നെയ്യൊക്കെ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ചക്കയുടെ അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. അതെ, ചക്ക നല്ലപോലെ അരച്ചത് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നേ ചൂട് കൂടിയിട്ട്. അങ്ങനെ ഇതാ ഇനി അത് നല്ലപോലെ കുറുക്കിയെടുക്കുക. അങ്ങനെ ചക്ക ഇതാ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്, കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച അവിലിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയില്ലാതെ നല്ലപോലെ അത് ആ പൊടിയൊക്കെ അതിൽ പിടിച്ച് വരുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആക്കുന്നത്. ഇനി അതിലേക്ക് അല്പം വറുത്ത് പൊടിച്ച് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് അല്പാൽപ്പമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതാ മാവ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം കയ്യിൽ അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം അല്പം എടുത്ത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. നല്ലപോലെ റൗണ്ട് ചെയ്തെടുക്കുക. ഈ ലഡുവൊക്കെ ആക്കുന്ന പോലെ തന്നെയാണ്. അത് കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്നും അതുപോലെ ചെയ്തെടുത്തതിന് ശേഷം അല്പം ഡെസ്കിനൈറ്റ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളും അതുപോലെ തന്നെ ലഡുവിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് പിന്നെ ചക്കപ്പഴവും അവിലും ഒക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. ചക്ക കൊണ്ട് പല ഐറ്റംസും ഉണ്ടല്ലോ. ഇത് അടിപൊളിയാണ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ 4 മണി ടൈമിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുക. സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഇതാ അടിപൊളി ഐറ്റം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കണ്ടില്ലേ, ആകുന്നത് നല്ല അടിപൊളിയായിട്ട് ഇതാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.